കോട്ടയത്തേക്ക് പോകണം. കോട്ടയത്തെ സാഹചര്യവുമായി ജി ശ്രീജിത്ത് കോട്ടയത്തെ സാഹചര്യം പങ്കുവയ്ക്കും. ശ്രീജിത്ത്, എന്താണ് കോട്ടയത്തെ രാവിലത്തെ സ്ഥിതി? മഴയുണ്ടോ, വെള്ളക്കെട്ടുണ്ടോ, എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ? മഴയ്ക്കൊരു നേരിയ ശമനം എന്ന നിലയിൽ മാത്രമാണ് പറയാൻ സാധിക്കുക. എടുത്തു പറയേണ്ടത് ഈ ഒരു മഴവെള്ള കെടുതിയിൽ ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇന്നലെ വൈകുന്നേരം മീൻ പിടിക്കാൻ പോയ ഏറ്റുമാനൂർ ഓണന്തുരുത്ത് മങ്ങാട്ടുകുഴി സ്വദേശിയാണ് വിമോദ് കുമാർ എന്ന 38 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇത് മഴക്കെടുതി ഉള്ള മരണമാണോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. മീൻ പിടിക്കാനാണ് വിമോദ് കുമാർ, അതായത് മീൻകുട്ട വെക്കാൻ വേണ്ടി പോയതാണ് വിമോദ് കുമാർ എന്നാണ് കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും അതനുസരിച്ചുള്ള പരിശോധനകൾ തുടരുകയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് നദികളിലൊന്നും തന്നെ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മീനച്ചിലാറും മണിമലയാറും ഒപ്പം തന്നെ വൈക്കം മേഖലയിലൊക്കെ പോകുന്ന മൂവാറ്റുപുഴ ആറുമുണ്ട്. ഈ മൂന്ന് ആറുകളുടെയും അവസ്ഥ സമാനമാണ്. എടുത്തു പറയേണ്ടത് ഈ കോട്ടയത്തെ വെള്ളപ്പൊക്കം പലപ്പോഴും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക കിഴക്കൻ മേഖലയിലാണ് ശക്തമായ മഴ ഉണ്ടാകുക. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കോട്ടയം താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള തീക്കോയി, അടുക്കം, ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ആ മേഖലകൾ, ഒപ്പം തന്നെ ഇപ്പുറത്തെ കൂട്ടിക്കൽ ഉൾപ്പെടുന്ന മേഖലകൾ, ഈ രണ്ട് മേഖലയിലും കാഞ്ഞിരപ്പള്ളി താലൂക്കിലും മീനച്ചിൽ താലൂക്കിലും മഴ ഒരൽപ്പം കോട്ടയത്തെ അപേക്ഷിച്ച് കുറവാണ്. കോട്ടയത്ത് 117 മില്ലിമീറ്റർ മഴ പെയ്തപ്പോൾ ഈ തീക്കോയിൽ 23 മില്ലിമീറ്റർ മഴ മാത്രമാണ് പെയ്തത്. ഈരാറ്റുപേട്ടയിൽ 25 മില്ലിമീറ്റർ മഴയും പെയ്തു. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി 45 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. ഒരു താരതമ്യം നോക്കിയാൽ ഒരു പക്ഷേ മഴ ഒരൽപ്പം കൂടുതൽ കോട്ടയത്ത് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ രാവിലെ മുതൽ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള ഈ കിഴക്കൻ മേഖലയിൽ മഴ പെയ്യുന്നുമുണ്ട്. കോട്ടയത്ത് ഇപ്പോൾ മഴയ്ക്ക് ഒരു വളരെ ചെറിയ ചാറ്റൽ മഴ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് യെല്ലോ അലർട്ട് എന്നുള്ളതാണ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. അലർട്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് വ്യക്തമല്ല. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.